ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ ബാക്കിയിട്ടിട്ടാണ് വന്നിട്ടുള്ളത്, മുന്നിട്ട വീഡിയോൻ്റെ ബാക്കിയിട്ട്. അപ്പോൾ മൂന്നാറിന് എല്ലാവരും കൂടി നമ്മൾ ട്രിപ്പ് വണ്ടിയിലൊക്കെ കയറിയിരുന്നല്ലോ. നമ്മൾ എരവിക്കുളം പാർക്കിലെത്തിയിട്ടുണ്ട്, നാഷണൽ പാർക്ക്. അപ്പോൾ അവിടെ നിന്ന് ഇനി നമ്മളെ കൊണ്ടുപോകാൻ കേട്ടോ. വേറെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ബസ്സൊക്കെ കിട്ടിയല്ലോ. അതിന് ശേഷം ഞങ്ങൾ ബസ്സിൽ പോവുകയാണ്. എന്തായി ഏതാന്നുള്ള ആകാംക്ഷ ഉണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് കാരണം കേട്ടോ. പിന്നെ ഫസ്റ്റ് ഇത് കാണുന്ന ആളുകൾക്ക് ഒരു വാലും മൂടും കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ മുന്നിട്ട വീഡിയോ, മൂന്നാറ് ട്രിപ്പിൻ്റെ വീഡിയോ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടതിന് ശേഷം ഇത് കണ്ടോളൂ കേട്ടോ. നമ്മൾ ബാക്കി അങ്ങനെ ഇട്ടതാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഇതാ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാനുണ്ട്. നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് 1.5 മണിക്കൂർ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിന്ന്. പിന്നെ സീസൺ ആയതുകൊണ്ടാണ് തോന്നുന്നത് ടിക്കറ്റിനൊക്കെ റേറ്റും കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ടിക്കറ്റിന് റേറ്റ് കഴിഞ്ഞ് നമ്മൾ കുറേ ആളുകളിലല്ലേ. അങ്ങനെ എന്തായാലും വിളിച്ചിട്ട് നമ്മൾ വന്നേം പക്കം നമ്മൾ എന്തെങ്കിലും ഒന്നും കാണാതെ പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയും ദൂരത്ത് നിന്ന് നമ്മളിങ്ങോട്ട് മൂന്നാർക്ക് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഇതാ അതിൽ കയറി പോയിട്ടുണ്ട്. ബസ്സിൽ നല്ല സ്പീഡാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അതിങ്ങനെ നല്ല കുണ്ടും കുഴിയും പോലത്തെ റോഡുകളും. അപ്പോൾ നമ്മൾ താഴത്തുനിന്ന് വരുന്ന ഈ സമയത്ത് നമുക്ക് കാണാം തേയിലത്തോട്ടങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു വെള്ള ബസ് ഇങ്ങനെ പാസ് ചെയ്യുന്നത് കാണാം. അപ്പം ഞങ്ങളും വിചാരിച്ച് വരുന്ന സമയത്ത് എങ്ങനെ ഇപ്പോൾ ഇത്രയും ഉയരത്തേക്ക് ഈ ബസ് എത്തി എന്നൊക്കെ, റോഡാവും എന്നൊക്കെ ഞങ്ങളിങ്ങനെ വിചാരിച്ച് സ്വയം ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. ഇപ്പോൾ മനസ്സിലായി ഈ ഒരു ബസ്സാണ് ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടത്തിൽ കൂടെ പോയിരുന്നത് കേട്ടോ. അതെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഉയരത്തേക്ക് ഏറ്റവും ടോപ്പിലേക്ക് വരെ കൊണ്ടുപോകും ഈ ഒരു ബസ്സിലിട്ട്. അത്യാവശ്യം ഒരു 4 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അത്രയും നമ്മൾ ഈ ബസ്സിൽ പോയിട്ട് പിന്നെ അവിടുന്ന് നമുക്ക് നടന്നിട്ട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. ഉയരത്തേക്ക് നമുക്ക് ടോപ്പിലേക്ക് കയറാം, മലയുടെയൊക്കെ ഉയരത്തേക്ക്. അങ്ങനെയാണ് നമ്മൾ പോയത്. അപ്പോൾ എന്തായാലും നല്ല തിരക്ക്. അവിടുന്ന് ഇങ്ങോട്ടും ബസ് വരുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും ബസ് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിൽ ഓടിക്കുന്ന ഡ്രൈവർമാർ നമ്മൾ സമ്മതിച്ച് പോയിട്ടാണ്. അത്യാവശ്യം സ്പീഡിലാണ് പോണതും. പിന്നെ ഒരു ചെറിയൊരു റോഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെ പോട്ടെ. കണ്ടോ അത്രയും ഉള്ളൂ ഒരു റോഡിൻ്റെ വീതി എന്ന് പറയാൻ. പിന്നെ തേയിലത്തോട്ടങ്ങളുടെ ഫുള്ള് അപ്പുറം ഇപ്പുറം തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ഇതിന് നോക്കിയാലും നല്ല ഭംഗി, പ്രകൃതി പച്ച വിരിച്ച പ്രകൃതി എന്നൊക്കെ പറയില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയാണ്, മാഷാ അല്ലാ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മളിതൊക്കെ ഫസ്റ്റ് ടൈം ആയത് കാരണം കൊണ്ട് നമുക്കൊരു ആകാംക്ഷ, നമ്മൾ അറിയാത്ത സ്ഥലങ്ങൾക്കും പോണ സമയത്ത് പുറത്തുള്ള നമ്മളെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നോക്കിട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ. പിന്നെ ഇപ്പം ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വന്നാൽ പിന്നെ പറയാനില്ലല്ലോ. പിന്നെ ബസ്സിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറമെ വേറുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒപ്പം തന്നെ കയറാനുള്ള ആളാവുമ്പോഴാണ് നമ്മളെ ബസ്സിൽ ഇതിൽ കയറ്റണത് അവർ. അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ആയി എല്ലാവരും ക്യാമറ കണ്ണുകളാലും നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും പുറത്തേക്ക് മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. സംഭവം എടുത്തത് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറയട്ടെ. നമ്മളിങ്ങനെ പോണ സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഫോണിലെടുത്ത് പിന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ഞാൻ കുറേ അപ്പുറത്തെ ഫോണും അപ്പുറത്തെ സൈഡിൽ കൂടിക്കും, കുറേ അപ്പുറത്തെ സൈഡിൽ കൂടിക്കും ക്യാമറ. എന്താ വെച്ചാൽ 2 സൈഡും നല്ല ഭംഗിയാണ്. പക്ഷേ തിരിച്ച് വരുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ എടുത്തത് നന്നായി എന്നിട്ടാണ്. പക്ഷേ എവിടെ ചെന്നാലും ഞങ്ങൾ ലാസ്റ്റ് ആയിരുന്നു, ഞങ്ങളാണ് ലാസ്റ്റ് പോയത്. അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് അത്യാവശ്യം സമയം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം അങ്ങോട്ട് പോകുമ്പോൾ എടുത്തത് നന്നായി എന്ന് തോന്നിയിട്ടാണ്. നല്ല ഭംഗിയിൽ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ പോണ വഴിക്കുള്ള കാഴ്ചകൾ കേട്ടോ. ഈ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല ഭംഗിയുള്ള സ്ഥലം. മലനിരകളൊക്കെ ആയി 4 പുറം വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ കാണാൻ കേട്ടോ ദൂരെ നിന്ന്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു റൂട്ടിൽ ഇങ്ങനെ കാണാനുള്ളത് കേട്ടോ. അങ്ങനെ കുറേ പോകാനുണ്ട്. എവിടെ കയറിയാലും വണ്ടി കയറിയാൽ കുട്ടികളായിരിക്കും പിടിക്കുമല്ലോ. നമ്മളിങ്ങനെയൊക്കെ തന്നെ ഇരുന്നത്. കാരണം ബസ്സിൽ കയറിയ പാടും കുട്ടികളെല്ലാവരും കൂടി അരിക്കലേക്ക് പോയിരുന്നത്. കാരണം ഞങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് ഞാൻ എന്നാൽ ഒരു വിധം പറ്റുന്ന രീതിയിലൊക്കെ ഫോണിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെ പോണ കാഴ്ചകളൊക്കെ ഈ വഴിക്ക് ഫുള്ള് ഈ ഒരു ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് കാണാൻ പറ്റുക. കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച തന്നെ കേട്ടോ പോണ വഴിക്കുള്ളതൊക്കെ. പിന്നെ ഇനി നമുക്ക് അവിടെ ചെന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട്. നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോണ കാരണം മലമുകളുടെ മേലേക്ക് ഈ കാണുന്ന മല ഉണ്ടല്ലോ, കുന്നൊക്കെ കാണുന്ന പാറ, അതിൻ്റെ ഏറ്റവും ടോപ്പ് വരെ നമുക്ക് നടന്നു പോകാനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ പോണ വഴിക്ക് ഇതന്നെ മൂന്നാർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ തന്നെയല്ലേ കാണാനെന്ന് മനസ്സിലായിട്ട് സംഭവം. അപ്പോൾ ഇതാണ് പ്രകൃതിയുടെ ഭംഗിയാണെന്ന് നമുക്കറിയാം ഓൾറെഡി. പക്ഷേ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റും. പിന്നെ ഇതാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്ന ആളുകൾ മൂന്നാർക്ക് വരുന്നത്. ഇതാണ് ഇവിടെ ഉള്ളത് മെയിൻ കേട്ടോ. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയും പിന്നെ ഇത്തിരി തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ സംഭവം. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ ഇതാ ഇങ്ങനെ പോയി നമ്മൾ ലാസ്റ്റ് പോയി എത്താറായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളത് ഇത്രയും ഉയരത്തേക്ക് എത്തിയിട്ടാണ്. താഴത്ത് നിന്ന് ഇത്രയും ഉയരത്തേക്ക് എത്തി നമ്മളിങ്ങനെ ചുരം കയറി ഇങ്ങനെ പോകുന്നു കൊണ്ടിട്ടാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ വരെ എത്താറായി. ഇനി ഒന്നും കൂടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്താറുള്ളത് സ്ഥലം എത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അപ്പയും ഉമ്മയൊക്കെ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഇക്കാക്കത് അവിടെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. കണ്ടോ നമ്മൾ ഇത്രയും താഴെ നിന്നാണ് വന്നത്. അപ്പോൾ അത് കാരണം ഇനി നമുക്ക് ഇനി അവിടെ ചെന്നിട്ടുള്ളത് ഇനി ബാക്കി കാണാം കേട്ടോ. ബസ്സുകൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആളുകളായിട്ട്.
അവസാനം നമ്മൾ ലാസ്റ്റ് നിന്ന് കണ്ടത് ആ പാറയുടെ അവിടേക്ക് എത്തിയിട്ട് അത്തിരി വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് പാറയുടെ മേലെ കൂടെ ഒക്കെ നല്ല ശുദ്ധമായ ഉറവെന്ന് പിന്നെ നല്ല വെള്ളമൊക്കെ നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് വെള്ളമൊക്കെ കൊടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ലാസ്റ്റ് ഇൻഷാല്ല കാണാം. നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ അതിൻ്റെ ഷോർട്ടായിട്ട് ഞാൻ ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഇങ്ങനെ ഇവിടെ എത്തി നോക്കി നോക്കുമ്പോൾ കൊടും തണുപ്പായി അത്യാവശ്യം ഇട്ടാ എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ഉയരത്തേക്ക് എത്തി, താഴെ നിന്ന് ഇത്രയും ഉയരത്തേക്ക് എത്തി. അപ്പോൾ അത് കാരണം അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ പറയും കൂട്ടിട്ട് നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത്രയും വരെ ഇവരെ ബസ്സിൽ നമ്മളെ കൊണ്ടുള്ളൂ. പിന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഹംദാനൊക്കെ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്വട്ടറൊക്കെ ഇട്ട് നല്ല ഡീസൻറ്റിലാക്കിയിട്ടുണ്ട്. അത് കാരണം വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഒരുവിധം സൈഡായിട്ടുണ്ട് കേട്ടോ. സാനയും മുത്തൊക്കെ ഇതാ തണച്ച് കുറഞ്ഞിരിക്കുന്നുണ്ട്. അതിനെന്താ മൊത്തത്തിൽ ആകെപ്പാടെ ബഹളമാണ് കേട്ടോ. അത് കാരണമാണ് ഞാനിതിൽ വോയിസ് ഫുള്ളായിട്ട് ഞാൻ ഓഫാക്കിയിട്ടുള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ ഇതാ നടന്ന് പിന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇനി ഈ ഒരു റോട്ടിൽ കൂടെ ഇങ്ങനെ ഈ പോണതുണ്ടല്ലോ, ബാക്കി നമ്മളിത് ഇങ്ങനെ കയറി പോകണം. അപ്പോൾ ഫസ്റ്റ് ഒരു റിബ് നമ്മൾ കയറി വന്നിട്ട് അതാണ് ഞാൻ ഇത്തിരി താഴത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടോ നമ്മൾ എത്രയോ ഉയരത്തെത്തി. ലാസ്റ്റ് എന്നാൽ കാണുന്നത് അവിടെ നിന്നാണ് നമ്മൾ ബസ്സിൽ കുറേ വന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി നടന്നിട്ട് കാണാനുണ്ട് കേട്ടോ. കാണാനുള്ളത് പറഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ്. ഇതുപോലെ നല്ല പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വരാൻ പറ്റിയ നല്ല ബെസ്റ്റ് സ്ഥലമാണ്. പിന്നെ മഞ്ഞാണ് കേട്ടോ ഈ നിൽക്കുന്നത്. കോടമഞ്ഞ് നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിലായ കാരണം നല്ല തണവുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി ഇവിടെ എത്തിയതും കുട്ടികളൊക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇതാ കുട്ടികളും മക്കളൊക്കെ പെറുക്കി പിടിച്ചിട്ടുണ്ട്. കാക്കാൻ്റെ അടുത്ത് ഹംദാനുണ്ട് കേട്ടോ. ഹംദാനക്ക് മങ്കി ക്യാപ്പ് ഇട്ട് കൊടുക്കുകയും വലിച്ച് തൂരിക്കറിയും അങ്ങനെ ആയിട്ട് ഒരു പാട് പെട്ടിട്ട് ഒരു വിധം അറിയാത്ത വിധം പതുക്കെ നിന്നിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഓന് കയ്യും പിടിച്ചിട്ടാണ് നിൽക്കാൻ നിൽക്കണത്. ചിലപ്പോൾ കൈ വിട്ടാൽ ഓൻ തന്നെ ഊരിക്കളയും. അങ്ങനെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കേട്ടോ. ഇനിയും നമുക്ക് ഒരുപാട് ഉയരത്തേക്ക് കയറി പോകാനുണ്ട്. ലാസ്റ്റ് ടോപ്പ് വരെ ഇങ്ങനെ പോകണം കേട്ടോ. ഇതിങ്ങനെ പോകുന്തോറും ഇങ്ങനെ കുറച്ച് നേരം നിൽക്കും, എന്നിട്ട് ഇങ്ങനെ കാണും. പിന്നെ ഇവിടേക്ക് വരുന്ന ആളുകൾ 5:30 വരെയാണ് ഇവിടെ കേട്ടോ. 5:30 ആയി കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഇവിടെ ക്ലോസ് ആവും. അപ്പോൾ അത് കാരണം പിന്നെ ഇത്തിരി നേരത്തെ തന്നെ വരാൻ നോക്കട്ടോ. ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ആ ഒരു ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൻ്റെ മുന്നേ തന്നെ വരാൻ നോക്കട്ടോ. അപ്പോൾ അതാ മുന്നിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഹംദാൻ്റെ തലം വരുത്തിയിട്ടൊക്കെ പോകുന്നുണ്ട്. കണ്ട അവിടെ നിന്ന് കണ്ടാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആകാശമൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ ഒരു മലമുകൾക്കാണ് നമ്മൾ കയറി പോകുന്നത്. ഇനി ഒന്നും കൂടി കയറി പോകാനുണ്ട് അങ്ങോട്ട്. പിന്നെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടോ, കുറേ ഫോട്ടോസ് എടുത്ത് കുട്ടികളെയും മക്കളൊക്കെ നിർത്തി എല്ലാവരും നിന്നിട്ടും ഒക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ ലാസ്റ്റ് ഞാൻ കൊടുക്കണ്ട കേട്ടോ ഫോട്ടോസൊക്കെ കുറച്ചൊക്കെ. അങ്ങനെ ഇതാ ഞാൻ ഓരോ പ്രാവശ്യം കയറി ഉയരത്തെത്തിയതിന് ശേഷമാണ് ഈ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ കണ്ടോ താഴേക്ക് അത്രയും ആഴമായിപ്പോയി. നമ്മൾ അത്രയും ഉയരത്തേക്ക് വന്നിട്ട് പിന്നെ ഇവിടെ ഒരുപാട് സസ്യങ്ങളും കാര്യങ്ങളും മരുന്നുകളും പച്ചമരുന്ന് അങ്ങനത്തെ ഓരോ നല്ല നല്ല ഇലകളും ചെടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് മുത്തുവിൻ്റെ കുറച്ച് പരാതികളും. ഇതെന്താണ് കുട്ടി മാറ്റി സാറില്ല വരുമ്പോ എടുക്കാം. ഇതിലൊക്കെ വെള്ളച്ചാട്ടം ഉണ്ടാവും തോന്നുന്നു ശരിക്കിട്ടോ ഇവിടെ. അങ്ങനെ അവരെല്ലാവരും മുന്നേ പോയിട്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടിയിട്ടും പിന്നെ ലാസ്റ്റ് അവർ പോയി ഇനി മതി റിട്ടേൺ പോരേ എന്നൊക്കെ പറയട്ടെ. ലാസ്റ്റ് അവർ പറയാനായി ക്ലോസ് ആവാനായി പെട്ടെന്ന് ഇറങ്ങാൻ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ലാസ്റ്റ് വരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കുറച്ചങ്ങോട്ട് പോയില്ല. അപ്പോൾ അതുവരെ നിന്നിട്ടാണ് കണ്ടോ നല്ലോണം മഞ്ഞുമായി തുടങ്ങിയിട്ടുണ്ട്. തണവും കൂടിയിട്ടാണ് വൈകുന്നേരം ആയി പോയി നോക്കുമ്പോൾ. അപ്പോൾ പിന്നെ നമ്മളിന്ന് തിരിച്ച് താഴത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ കയറി പോലെ ഇത്തിരി ടാസ്ക്കാണ് കേട്ടോ സംഭവം. പക്ഷേ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ താഴത്തേക്ക് പോകില്ല. അത് കാരണം വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അത് അവിടെ നിന്ന് ഇതാ നല്ലൊരു വെള്ളം വരുന്നുണ്ട് കേട്ടോ. കുടിക്കാനും ഒക്കെ പറ്റിയ നല്ല ശുദ്ധമായ വെള്ളമുണ്ട് ഇവിടുന്ന്. ഈ പാറയുടെ മുകളിൽ നിന്ന് വരുന്ന നല്ല വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. കുടിച്ചോ കുടിച്ചോ ഇതൊന്നും കുടിച്ചോ. കറവുണ്ടാ കറുപ്പുള്ള അങ്ങനെ അറിയണ്ട കുടിച്ചോ. എന്തോ ഒരു തണുപ്പും കൂടി വരുന്നില്ലേ. പിടിക്കുക പിന്നെ മാസത്തെ പിന്നെ വേഗം വെള്ളം കുടിക്കട്ടെ.
പിന്നെ കുട്ടികൾക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്ന് മുഖം കഴുകിയിട്ടും കളിച്ചിട്ടും മതിയാവുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ നല്ല അടിപൊളി നല്ല തണുത്ത വെള്ളമായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണേക്കാട്ടിലും തണുപ്പ് പറഞ്ഞ പോലത്തെ നല്ല വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് തലവേദന നല്ല തലവേദന ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കുമ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് ഉഷാറായി. അങ്ങനെ നമ്മൾ തിരിച്ച് റിട്ടേൺ പോകട്ടോ. അപ്പം ഞാൻ അവരെ കാത്തിക്കാണ്. അപ്പോൾ അതിനിടയ്ക്ക് ജീപ്പിൽ ഒരു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. വയ്യാത്ത ആളുകളെ കണ്ടുവെച്ചെങ്കിൽ അവരുടെ ജീപ്പിൽ ഇങ്ങോട്ട് മുകൾക്ക് കൊണ്ടുവരുന്നുണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ലാസ്റ്റ് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുള്ള വ്യൂ ആണ് കാണുന്നത് കേട്ടോ. അത്രയും താഴത്തു നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് മേലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ വന്നത് അവിടെ നിന്ന് കണ്ടാണ്. കുറേ ബസ്സിൽ വന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നിട്ട് കാണാണ്ട് അത്യാവശ്യം നമ്മൾ കൊടുത്തു തരുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നഷ്ടമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ സീസൺ ആയ കാരണം തോന്നുന്നു ടിക്കറ്റൊക്കെ നല്ല റേറ്റ് ആണെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ വന്നവരൊക്കെ കാത്തിക്കാണ്. നമ്മൾ കുറേ ടീം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരെ കാത്ത് നിൽക്കുകയാണ്. ഇനി നമുക്ക് തിരിച്ച് റിട്ടേൺ പോകണം. നല്ല രസമുണ്ടല്ലോ നല്ല വെള്ളമുണ്ട്. കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ആ വെള്ളത്തിൻ്റെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇനി താഴത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ അവിടെ അമ്മ ഇപ്പം കൂടിയിട്ട് പകുതിക്കെത്തി 2 പ്രാവശ്യം കയറിയപ്പത്തിന് മതിയായി. ഞങ്ങളിവിടെ ഇരിക്കുക ഞങ്ങൾ പോയി പോരെന്നും പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്തിട്ടാ. അപ്പോൾ അവർ ടാറ്റോ എടുക്കണ്ട നാത്തോന്നി. അപ്പം ഞങ്ങൾ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ്. താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അപ്പോൾ ചെറിയ ചെറിയ ഇടങ്ങറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടില്ല കയറി തന്നെ. അപ്പോൾ നല്ലവണ്ണം കാണാനും പ്രകൃതിയൊക്കെ ഉണ്ട്. അത് കാരണം അങ്ങനെ കയറി പോന്നു. ഇനിതാ എല്ലാവരും സെറ്റായി താഴത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബാക്കി പരിപാടിയൊക്കെ നോക്കാനൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഫുഡ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കും. പിന്നെ നിങ്ങളെ കട്ട സപ്പോർട്ട് ഞങ്ങളുടെ കൂടൊപ്പം വേണേ. ഇനി നമുക്ക് മൂന്നാറിൽ നിന്നുള്ള നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി നമ്മളെ ഫാമിലി വ്ളോഗൊക്കെ ഇഷ്ടമായില്ലേ എന്നൊക്കെ കമൻറ്റ് എന്തായാലും ചെയ്യണേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ നേരത്തെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുക. പിന്നെ ലൈക്ക് ഇടാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ഇട്ടച്ചാൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ പോകുന്നതിന് ശേഷം അത്യാവശ്യം മഞ്ഞൊക്കെ നല്ലോണം ഇറങ്ങുന്നുണ്ട് കേട്ടോ. കോടമഞ്ഞ് ഒരു നിൽക്കുന്ന ചെറിയൊരു വെയിൽ പോലെ ഇങ്ങനെ ചെറിയ സൈഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നാൽ ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇനി തിരിച്ചങ്ങോട്ട് പോകാനും ബസ് ഇങ്ങനെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോവാണ്. അടുത്ത വീഡിയോ കാണാതെ വരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.